മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ആരോടും അമിതമായ കരുതലോ വാത്സല്യമോ സ്നേഹമോ കാണിക്കാതിരിക്കുക. കാരണം സൗജന്യമായി ലഭിക്കുന്നതെന്തും വില കുറച്ച് കാണുന്നത് മനുഷ്യൻ്റെ പ്രവണതയാണ്. ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിൻ്റെ ഒരേയൊരു കാരണം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണും എന്ന തോന്നലാണ്. അത് വെറും തോന്നൽ മാത്രമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ തനിയെ നിങ്ങളുടെ പുറകെ വരും. ഭക്തരെ, വെറുമൊരു കരിക്കട്ട വജ്രമായി മാറുന്നത് ഒരുപാട് സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ്. അതുപോലെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് നിങ്ങൾ കരുത്തുള്ളവരായി തിളങ്ങുന്നത്. ഭക്തരെ, ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാവട്ടെ, ഒരു ദിവസം അതും കടന്നു പോകും. ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിൽ എത്തിച്ചേരും. മനസ്സിൽ കളങ്കമില്ലാത്തവരും സത്യസന്ധരുമാണ് നേരിട്ട് സത്യങ്ങൾ തുറന്നു പറയുന്നത്. എന്നാൽ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ എന്നും കണ്ണിൽ കരടായിരിക്കും. ഭക്തരെ, 1000 പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും പരിഹസിച്ചാലും തളരരുത്. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അന്തിമ വിജയം നിങ്ങൾക്ക് മാത്രമാണ്. കാലത്തെ അതിജീവിച്ചവരാരും തോറ്റുപോയിട്ടില്ല. ഓർമ്മകളെ അതിജീവിക്കാനുള്ള കഴിവില്ലാത്തവരാണ് നിമിഷവും തോറ്റുകൊണ്ടിരിക്കുന്നത്. ഭക്തരെ, നല്ല കാര്യങ്ങൾ ചെയ്യുക. ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക. ആളുകൾ ഒരിക്കലും നിങ്ങളിൽ സന്തുഷ്ടരാകില്ല. ആരിൽ നിന്നും ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കേണ്ടതില്ല. ഫലം നോക്കാതെ കർമ്മം ചെയ്യുക. ഫലം താനേ വന്നുകൊള്ളും. ബന്ധങ്ങൾ ഹൃദയത്തിൽ നിന്നും ഉണ്ടാകണം, വെറും വാക്കുകളിൽ മാത്രം ആകരുത്. പിണക്കങ്ങൾ വാക്കുകളിൽ ഉണ്ടായാലും ഒരിക്കലും ഹൃദയത്തിൽ ഉണ്ടാകരുത്. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.